യേശുരക്ഷിതാവൻ സ്വന്തമായതാ, ഞാനവൻ സന്താനം ആയിത്തീർന്നതാ. എന്തു മോദമെന്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വീണ്ടും ഒരിക്കലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാനും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും നമുക്ക് കർത്താവ് ഇടയാക്കിയ അവൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു. നമ്മളൊരു പ്രത്യേകമായ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നാം വ്യത്യസ്തരാവുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. വ്യത്യസ്തരാവുക, ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ എന്നുള്ളത് നമ്മൾ ഒരിക്കലും മാറ്റാൻ കഴിയാത്തതായ ഒരു ഉപദേശമായിട്ട് തന്നെ നമ്മളത് എടുത്തേ പറ്റുള്ളൂ. ഞാനത് പറയാൻ കാര്യം, പലപ്പോഴും നമ്മളിന്ന് പരിശ്രമിക്കുന്നത് കോംപ്രമൈസ് ചെയ്യാനാണ്, ഒത്തുതീർപ്പുകൾ. പക്ഷെ ഒത്തുതീർപ്പുകൾ ഇല്ലാത്തതാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സമ്പൂർണമായും നമ്മളിതൊരു വേർപെട്ട ജീവിതമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ച കാര്യം അതാണ്. വി ആർ ഡിഫറൻറ്റ്. നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാണ്. നമ്മൾ വിശ്വാസികളെന്ന് പറയുന്നവർ തന്നെ ലോകത്തിൻ്റെ പിന്നാലെ പോയാൽ അവരിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാണ് തന്നെയല്ല, അവരെ വിട്ടൊഴിയുക എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മളെ വേർപാടിൻ്റെ ഉപദേശം. നമ്മൾ കേൾക്കുന്നതായ വേർപാടിൻ്റെ ഉപദേശം അതാണ്. ദൈവത്തിൻ്റെ വിളി കേട്ടവരൊക്കെ അവരുടെ കാലയളവിൽ വ്യത്യസ്തരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പഠിച്ചതായ ഒരു കാര്യം. അത് വ്യത്യസ്തരാകണമെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള നല്ല ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അലക്സാണ്ടർ രാജകുമാരനോട് ഫിലിപ്പ് രാജാവ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അവിടെ പറഞ്ഞത്, ഒന്ന്, നീ ഈ കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ ആരാണെന്നും നീ ആരാകാനുള്ളവനാണെന്നും നീ ഓർക്കണം. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഞാനിപ്പോൾ ആരാണ്? അലക്സാണ്ടറിനോട് ഫിലിപ്പ് രാജാവ് പറയുന്നത്, നീ രാജകുമാരനാണ്, അത് നീ ഓർക്കണം. അത് ഓർക്കണം. അതേപോലെ തന്നെ നീ ആരാകാനുള്ളവനാണ്. എനിക്ക് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, അത് നീ ഓർക്കണം. അത് ഓർത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് വ്യത്യസ്തനായി ജീവിക്കുവാൻ കഴിയും. അതാണ് നമ്മളവിടെ കണ്ടത്. ഇതേപോലെ നമ്മൾ ആരാണ് എന്ന് നമ്മൾ അറിയണം. നമ്മൾ ആരാണ്? നമ്മൾ ദൈവമക്കളാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കൾ എന്ന് പറയുന്ന ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട് എല്ലാവരും പറയുമല്ലോ, ഭാരത മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഭാരതവുമായിട്ട് നമുക്ക് സ്നേഹവും ബന്ധവും എല്ലാം ഉണ്ട്. എങ്കിലും അതുപോലെയല്ല ഇവിടെ ദൈവമക്കൾ എന്ന് പറയുന്നത്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയുമായിരിക്കും. അങ്ങനെയല്ല. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ ദൈവമക്കൾ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക്കായിട്ട് നമുക്ക് ഉള്ള ഒരു പദവിയാണ്. ആ പദവി സ്വന്തം മക്കളായിട്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകുവാൻ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാരോട്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ലേ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷെ അതല്ല ഇത്. മക്കളെ എന്ന് ചിലപ്പം വിളിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും നമ്മുടെ ഒരു നേതാവോ മറ്റോ വന്നിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും, പ്രിയ പിതാവും നമ്മോടൊപ്പം ഇന്ന് വന്നിട്ടുണ്ടെന്ന് പറയും. പക്ഷെ പിതാവ് എന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ പിതാവേ എന്നൊക്കെ വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നാളെ വീട്ടിൽ ചെന്ന് വീതം ചോദിച്ച് അങ്ങേര് തരത്തൊന്നുമില്ല. കാര്യം അതൊരു ജനറൽ കാറ്റഗറിയിൽ നമ്മളൊരു വിളിക്കുന്ന ഒരു പേരെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല. അവനെ കൈക്കൊണ്ട്, യേശുവിനെ ഉൾക്കൊണ്ട് ഹൃദയത്തിലാക്കി അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുന്നത്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ മാത്രമാണ് ദൈവമക്കൾ.
അത് നമ്മൾ മറന്നു പോകരുത്. ഞാനിത് പറയാൻ കാര്യം, ഇന്ന് പൊതുവെ പറയുന്നത് എല്ലാവരും ദൈവമക്കളല്ലേ, എല്ലാവരും ദൈവമക്കളല്ലേ. എല്ലാവരും ദൈവമക്കളല്ല, എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളത് സത്യമാണ്. പക്ഷെ എല്ലാവരും ദൈവമക്കളാണെന്ന് ചിന്തിക്കുന്നത് കൃത്യമായ ഒരു തിരിച്ചറിവല്ല. വേദപുസ്തകം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് ദൈവത്തിൻ്റെ മകൻ. അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചത് അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ. ഒരു ഫിസിക്കൽ ബർത്ത് അല്ലാതെ വീണ്ടും ജനനത്തെക്കുറിച്ചൊക്കെ നമ്മുടെ സഭകളിൽ നന്നായിട്ട് പഠിപ്പിക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുകയാണ്. വീണ്ടും ജനനം, വീണ്ടും ജനിച്ചവൻ മാത്രമാണ് ദൈവമക്കൾ, അല്ലാത്തവരാരും ദൈവമക്കളല്ല. വീണ്ടും ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചവനും ദൈവമക്കളല്ലെന്ന്. അതൊരു ഫാക്റ്റാ. ഇന്നിപ്പോൾ ചിന്തിക്കുന്നത് വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചാൽ അവനും ദൈവമകനാണെന്നാ. അങ്ങനല്ല. ഓരോരുത്തരും വ്യക്തിപരമായി യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച് ഹൃദയത്തിലാക്കി യേശുവിന് അവിടെ ജീവിക്കാനുള്ള ആ പ്രത്യേകമായ അനുമതി നൽകി അവനെ കർത്താവാക്കി, അങ്ങനെയാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. അങ്ങനെ വീണ്ടും ജനിച്ച വ്യക്തികൾ മാത്രമാണ് ദൈവമക്കൾ. അപ്പം ഞാനൊരു ദൈവപൈതലാണെന്നുള്ള ഐഡന്റിറ്റി നമുക്കുണ്ടാകുമ്പോൾ തന്നെ ജനറൽ കാറ്റഗറിയിൽ പറയുന്നത് എല്ലാവരും ദൈവമക്കളാ, അത് പോരാ. അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തരാവുകയില്ല. വ്യത്യസ്തരാകണമെങ്കിൽ അബാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ അവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അബ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഓർക്കണം. അവിടെ പറയുന്നത് അബ എന്ന് വിളിക്കുന്നത് സ്വന്തം മക്കളെ വിളിക്കത്തുള്ളൂ, അല്ലാത്തവരൊക്കെ പിതാവെ എന്ന് വിളിക്കും. അബ, ഡാഡി, പപ്പ എന്നൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ നമ്മളെ വിളിക്കുന്ന, വീട്ടിൽ നമ്മളെ വിളിക്കുന്ന ആ ഒരു പേരാണ് യഹൂദ കുട്ടികൾ വീട്ടിൽ വിളിച്ചതാണ് അബ. അങ്ങനൊരു ബന്ധമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുപോലെ ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വ്യത്യസ്തരാവും. നമ്മുടെ ഐഡന്റിറ്റിയാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അത് നമ്മൾ ഇന്നലെ കണ്ടതാ. ഞാൻ ആരാണ്? ഞാനൊരു ദൈവ പൈതലാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പക്ഷെ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ മകനായി തീർന്ന, മകളായി തീർന്ന ആളുകൾ അവർ മറ്റുള്ളവരെ പോലെ ആയിരിക്കുകയില്ല. അവർ വ്യത്യസ്തരായിരിക്കും എന്നതിന് സംശയമില്ല. അത്തരത്തിലുള്ള ഒരു ആത്മബന്ധം, ഞാൻ ആരാണ് എന്ന് എൻ്റെ ഐഡന്റിറ്റി, അത് എപ്പോഴും, അത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും, എൻ്റെ പിള്ളേരെ വിളിച്ചിട്ട് ആരാ നിൻ്റെ അപ്പൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നാരും എൻ്റെ പിള്ളേർ പറയത്തില്ല. അത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചാലും അതിനൊരു ആൻസറുണ്ട്. കാര്യം ഊണിലും ഉറക്കത്തിലും നടപ്പിലും കിടപ്പിലും ഇരിപ്പിലും എല്ലാം ഞാൻ അവളുടെ പിതാവാണ്. അതുപോലെയുള്ള ആത്മബന്ധം 24/7 നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. ഹാനോക്കിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. യോഗത്തിന് പോയെന്നല്ല, യോഗം കൂടിയെന്നല്ല. 24/7 366 ഡേയ്സ് ഉണ്ടെങ്കിൽ, ലീപ്പ് ഇയറിലും ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും ദൈവത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആ ഒരു ആത്മബന്ധം നമുക്ക് ദൈവമായിട്ടുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലി വ്യത്യസ്തരായിരിക്കും എന്നതിന് സംശയമില്ല. പഴയ നിയമത്തിൽ തൊട്ട് പുതിയ നിയമത്തിൽ ഉൾപ്പെടെ എല്ലാം നമ്മൾ കാണുന്നത്, കർത്താവിനായി വിളിക്കപ്പെട്ടവർ, കർത്താവ് വിളിച്ചവർ, അവരൊക്കെ വ്യത്യസ്തരായിരുന്നു. നമ്മൾ അവരെ പോലെ ആകരുത്. നമ്മളത് കേട്ടതാണ്. വി ആർ നോട്ട് ലൈക്ക് അതേഴ്സ്. അവരെ പോലെ അല്ല, നമ്മൾ വ്യത്യസ്തരാണ്. ആ വ്യത്യാസം നമുക്ക് വേണം, എപ്പോഴും ആവശ്യമുണ്ട്. ആ വ്യത്യാസം നമ്മളെ നിലനിർത്തണം. ആ വ്യത്യാസത്തിൽ നമ്മൾ നിലനിൽക്കണം. നാം അവരെ പോലെ അല്ല, അവരെ പോലെ ആകരുത് എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. നമ്മൾ ഒരിക്കൽ ലോകക്കാരായിരുന്നു മുമ്പേ, പക്ഷെ ഇപ്പോൾ നമ്മൾ ലോകക്കാരല്ല. കർത്താവ് നമ്മളെ ലോകത്തിൽ നിന്ന് വിളിച്ചു, വേർതിരിച്ചു, വിശുദ്ധീകരിച്ചു, ലോകത്തിലേക്ക് തന്നെ നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ഉടനെ തന്നെ നമ്മൾ ഒരു ഐസൊലേറ്റഡ് ഏരിയ, ഒരു ഗ്ലോബിലേക്ക് അങ്ങ് കയറി അതിനകത്ത് കഴിയുകയല്ല. നമ്മൾ ഇന്നലെ ജീവിച്ച സ്ഥലത്ത് തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ വ്യത്യസ്തരാണ്. വി നീഡ് ടു ബി ഡിഫറൻറ്റ്. വ്യത്യസ്തരാവുക എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
വേർപാട് സൂക്ഷിക്കുന്നവരാകണം നമ്മൾ. പഴയ തലമുറയിലെ ചില ആളുകളുടെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ആദ്യം മുതൽ ആദാമും ഹവ്വായും അവരുടെ മക്കൾ ഹാബേലും കയീനും. ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളാണ് ഇവർ രണ്ടുപേരും. കയീൻ ജ്യേഷ്ഠൻ, ഹാബേൽ അനുജൻ. പക്ഷേ ഹാബേൽ വ്യത്യസ്തനായിരുന്നു. അവൻ കയീനെ പോലെ ആയിരുന്നില്ല. കയീൻ്റെ വഴി പഠിക്കരുതെന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ജീവിച്ചിരുന്നപ്പോൾ കയീനുമായിട്ട് സഹകരണമില്ലാതെ അല്ല ഹാബേൽ ജീവിച്ചത്. അവൻ എന്നും അനുജനായിരുന്നു. യാഗം കഴിക്കാൻ ആദ്യം മുൻകൈ എടുത്തത് ആരാ? കയീന. ഹാബേലും അതിനുശേഷം നമ്മൾ വായിച്ചത് യാഗം കഴിക്കുന്നു. ഹാബേലിലും അവൻ്റെ യാഗത്തിനും ദൈവം പ്രസാദിച്ചു, കയീനിലും അവൻ്റെ യാഗത്തിനും പ്രസാദിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലും അഹങ്കാരം ഉണ്ടായില്ല ഹാബേലിന്. പിറ്റേ ദിവസം കയീൻ വിളിച്ചു, വാ നമുക്ക് വയലി വരെ പോകാം. ചേട്ടൻ വിളിച്ചപ്പോൾ ആ ദൈവം പ്രസാദിച്ച ഹാബേൽ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞ് മാറി നിന്നൊന്നുമില്ല, പോയി. അപ്പോൾ നമ്മൾ വ്യത്യസ്തരാവുന്നത് മാറി നിന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ അഹങ്കാരം പറഞ്ഞുകൊണ്ടുമല്ല. നിന്റെ യാഗത്തിലൊന്നും ദൈവം പ്രസാദിച്ചൊന്നുമില്ല, എൻ്റെ യാഗത്തിലാണ് പ്രസാദിച്ചത് എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കുകയല്ല, പോയി. നമ്മുടെ ഭാഷ പറഞ്ഞാൽ പോയത് അബദ്ധമായിപ്പോയി. അത് നമ്മളെ പറയത്തുള്ളൂ, ദൈവം പറയത്തില്ല, നമ്മൾ പറയും. പക്ഷെ വേറെ കാര്യമുണ്ട്, മരിക്കേണ്ടി വന്നാലും അവൻ ജ്യേഷ്ഠനെ അനുസരിച്ചു എന്നുള്ളത് അവിടുത്തെ കാര്യം. ജ്യേഷ്ഠനെ അനുസരിച്ചു. എന്നാൽ ഹാബേൽ വ്യത്യസ്തനായിരുന്നു. കയീൻ വിശ്വാസത്താൽ അല്ല യാഗം കഴിച്ചത്, ആശ്രയമില്ലായിരുന്നു, അവന് ദൈവത്തിൽ ആശ്രയമില്ലായിരുന്നു. ഹാബേൽ വിശ്വാസത്താൽ കയീൻ്റെതിന് ഉത്തമമായ യാഗം കഴിച്ചു. അവിടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസം എന്നുള്ളതല്ല. നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ കയീൻ എന്തോ വിശ്വാസമല്ലേ? കയീന് ദൈവം ഉണ്ടെന്ന് വിശ്വാസമുണ്ട്, എല്ലാ കാര്യങ്ങളും. യാഗം കഴിക്കണമെന്ന് പോലും അവനറിയാം. അതൊന്നുമല്ല ഫെയ്ത്ത് എന്ന് പറയുന്നത്. ബിലീഫ് അല്ല ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ആശ്രയമാണ്. സ്വയാശ്രയം ഇല്ലാതാകുന്നിടത്ത് മാത്രമേ ദൈവാശ്രയം ഉണ്ടാകത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. കയീൻ അവന് ചിന്തിച്ചത് അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാൻ അവൻ യോഗ്യനാണെന്നാണ് ചിന്തിച്ചത്. ഹാബേൽ അങ്ങനെ ചിന്തിച്ചില്ല. ഹാബേൽ പറയുന്നത്, ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നീയാണ് എൻ്റെ ആശ്രയം, എൻ്റേതായിട്ട് എനിക്കൊന്നുമില്ല. അവൻ അഹങ്കരിക്കുന്നില്ല, അവൻ സ്വയനീതി ഉള്ളവനല്ല, സ്വയനീതി കാണിക്കുന്നവനല്ല. സ്വയനീതി കാണിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. അവരിൽ ദൈവം പ്രസാദിക്കുവാൻ ദൈവം ബാധ്യസ്ഥനാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കയീൻ അങ്ങനെയായിരുന്നു. നമ്മൾ കയീൻ്റെ വഴിയിൽ നടക്കരുത് എന്ന് പുതിയ നിയമത്തിൽ കൃത്യമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അവനെപ്പോലെ ആകരുത് എന്ന് കൃത്യമായിട്ട് പറയുന്നു. കയീൻ പാപം പ്ലാൻ ചെയ്യുന്നവനാണ്. കർത്താവ് തന്നെ പറഞ്ഞു, നീ പിന്തിരിയുന്നില്ലെങ്കിൽ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ദൈവം ചെയ്യുന്ന ഒരു വലിയ കാര്യം, ഈ കയീനോട് പോലും ദൈവം പിന്നെയും ഇടപെടുക. അതാ ദൈവത്തിൻ്റെ പ്രത്യേകത. തേടി വരുന്ന ദൈവസ്നേഹം എന്ന് പറഞ്ഞതിൻ്റെ ഒരു മെസ്സേജുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്. ആദമും ഹവ്വയും എല്ലാ ദിവസവും വെയിലാറുമ്പോൾ, അല്ലെങ്കിൽ കൂൾ ഓഫ് ദ ഡേ, ദൈവം ഇറങ്ങി വരും. ആദമും ഹവ്വയും ഒരുമിച്ചിരുന്ന് സംസാരിക്കും, വർത്തമാനം പറയും, കൂട്ടായ്മ ആചരിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമെന്നാണ് എൻ്റെ ചിന്ത. അബ്രഹാമും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെങ്കിൽ ആദമും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കാണും. എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. മേ ബി അങ്ങനെ അത്രയും ആഴമുള്ള ബന്ധം ദൈവത്തിന് ആദമിനോടും ഹവ്വയോടും ഉണ്ടായിരുന്നു. കാര്യം മക്കളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ജീനിയോളജി പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് ശേത്ത് ആദമിൻ്റെ മകൻ, ആദം ദൈവത്തിൻ്റെ മകൻ. അതിനകത്ത് വലിയ അത്ഭുതമില്ല. കാര്യം അപ്പനും മക്കളും അല്ലേ, ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാൻ എല്ലാം വന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ആദം പാപം ചെയ്ത അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ആദമിന് മടങ്ങി വരാൻ അവസരം ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ചിന്ത. ആദമേ, നീ എവിടെ എന്ന് ചോദിക്കുന്നു. അവൻ വന്ന് പറയുന്നത് എന്താ? തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ട് ഞാൻ ഭയപ്പെട്ടു, ഞാൻ നഗ്നനാകൊണ്ട് ഞാൻ ഒളിച്ചിരുന്നു. നീ നഗ്നനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ? അയ്യോ കർത്താവേ, തിന്നുപോയി, എന്നോട് ക്ഷമിക്കണമെന്നാണോ അവൻ പറയുന്നത്? അല്ല, അവൻ പറയുന്നത് അത് എൻ്റെ കുറ്റമല്ല. ബേസിക്കലി ആദാം പറയുന്നത് അത് എൻ്റെ കുറ്റമല്ല, പിന്നെ ആരുടെ കുറ്റമാണ്?
നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ എനിക്ക് തന്നു, എൻ്റെ കുഴപ്പമൊന്നുമല്ല. ആരോട് പറഞ്ഞോ ഇങ്ങനെ ഉണ്ടതിൽ എനിക്ക് ഇങ്ങോട്ട് തരാൻ? നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു, അത്രയേ ഉള്ളൂ. ഹവ്വായോട് ചോദിച്ചു, നീ പഴം പറിച്ചു, എൻ്റെ കുറ്റമല്ല. പാമ്പ് ഇങ്ങനെയുള്ളതിനെയൊക്കെ എന്തിനാ നീ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടത്? കുറ്റം ദൈവത്തിൻ്റെതായിട്ട് ഇവർ പറയുന്നത്, ദൈവത്തിൻ്റെതായി. പക്ഷേ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് അന്ന് ആദമും ഹവ്വയും മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നിരുന്നെങ്കിൽ ദൈവം അവരെ സ്വീകരിക്കുമായിരുന്നു. അത് ചെയ്തില്ല. ആദമും ഹവ്വയും അവർ വ്യത്യസ്തരല്ലായിരുന്നു. എന്നാൽ അവരുടെ മക്കൾ ഹാബേലും കയീനും, അതിൽ ഹാബേൽ വ്യത്യസ്തനായിരുന്നു. അവൻ വിശ്വാസത്താൽ, അതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അവൻ്റെ അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത വിശ്വാസം അവനുണ്ടായി. അല്ലെങ്കിൽ ആ രീതിയിൽ ഇവിടെ നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസത്താൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഹാബേലിൻ്റെ കാര്യമാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാബേൽ. അതിനു മുമ്പ് ആദമും ഹവ്വയും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ചരിത്രം പറയുമ്പോൾ വിശ്വാസത്താൽ എന്ന് പറയുന്നില്ല. കാരണം ആ ആദമും ഹവ്വയും പോലും അടിസ്ഥാനപരമായി ദൈവത്തിൽ ആശ്രയിച്ചില്ല. എന്നാൽ ഹാബേൽ ദൈവത്തിൽ ആശ്രയിച്ചു. വിശ്വാസത്താൽ. വിശ്വാസത്തോടെ ആശ്രയമാണ്. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. അവൻ സ്വയനീതി കാണിച്ചില്ല. യേശുരക്ഷിതാവൻ സ്വന്തമായതാ, ഞാനവൻ സന്താനം ആയിത്തീർന്നതാ. എന്തു മോദമെന്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താ. എന്തു മോദമെന്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താ. രക്ഷാഗാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. തളർന്നു വീണു പോകൈവാ, ശത്രു എന്റെ മേൽ ജയം കൊണ്ടിടൈവാ. യേശുവേ നിൻ ശക്തി എന്നും നൽകുക, ആത്മാവാൽ നിറയ്ക്കുക. യേശുവേ നിൻ ശക്തി എന്നും നൽകുക, ആത്മാവാൽ നിറയ്ക്കുക. രക്ഷാഗാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. നിന്നെ ഞാൻ കണ്ടിടുമ്പോ, എന്റെ സർവഖേദം അങ്ങു തീരുമ്പോ, കർത്തനെ ഞാൻ മോദാൻ ചുംബിച്ചിടുമേ. ഹല്ലേലൂയ പാടും ഞാൻ. കർത്തനെ ഞാൻ മോദാൻ ചുംബിച്ചിടുമേ. ഹല്ലേലൂയ പാടും ഞാൻ. രക്ഷാഗാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായി
എന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ നന്ദി.